ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുന്ന ഒരു ഹോം ടൂറാണ്. ഞങ്ങളുടെ ഹോം ടൂറല്ല, ഞങ്ങളുടെ ഫ്രണ്ട്സായ അരുണും നിമ്മയുടെയും വീടിൻ്റെ ഹോം ടൂറാണ് ചെയ്യാൻ പോകുന്നത്. അവർ ഈ അടുത്തിടയ്ക്ക് ഹെന്നൂർ ഭാഗത്തായിട്ടൊരു പുതിയ വീട് മേടിക്കുകയുണ്ടായി. അവർ ഉടനെ തന്നെ അങ്ങോട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഇന്ന് വളരെ ഗ്രേഷ്യസ്ലി അവർ നമ്മൾക്ക് അവരുടെ വീട് തുറന്ന് കാണിച്ചു തരാമെന്ന് അഗ്രി ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല, അവർ എന്താ പറയുക, അവരുടെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സുമായിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും കുറച്ച് വിശേഷങ്ങൾ അറിയാനൊക്കെയാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ബാംഗ്ലൂരിലെ ഹോം ബൈയിങ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഇൻറ്റീരിയർ ഡിസൈനിങ് കോസ്റ്റ് എങ്ങനെയാണ്, ബാംഗ്ലൂരിൽ വീട് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗപ്രദമാവുന്ന കുറച്ച് വിശേഷങ്ങൾ അവരിൽ നിന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. ഇനിയും ബാക്കിയുള്ള കാഴ്ചകൾ അവരുടെ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം. ഹലോ, ഇതൊക്കെ വെറുതെ സ്റ്റേജാണ് കേട്ടോ. ഞങ്ങളെ കൊണ്ട് ഓൾറെഡി ഹാൻഡ് സാനിറ്റൈസറൊക്കെ എടുത്ത് ഇതൊക്കെ ചെയ്തിട്ടാണ് കയറ്റിയത്. ഹലോ, ഇതാണ് അരുൺ, ഇതാണ് നിമ്മി. അപ്പം പറയൂ. So this is our shoe rack. We've kept it optimal height for our parents to sit easily. That's just too much empty. So yeah. This is our living room. So, nice. Yeah. We tried to ensure that ഒത്തിരി പ്ലാന്റ്സ് ഇവിടെ ഞങ്ങൾക്ക് പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ലിവിംഗ് റൂം കുറച്ചുകൂടെ ഗ്രീനും സസ്റ്റൈനബിളും ആക്കാൻ വേണ്ടി മാക്സിമം പ്ലാന്റ്സ് ആൻഡ് നേച്ചർ എലിമെന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ദ ബാൽക്കണി. സോ ഫാർ ദർ ഇസ് നോ ഒബ്സ്ട്രക്ഷൻ ഫ്രം ഔട്ട്സൈഡ്. അപ്പോൾ അടുത്ത ബിൽഡിംഗ് വരുന്നിടം വരെ ഇതിങ്ങനെ തുറന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിരിക്കാം. ബാംഗ്ലൂരിൻ്റെ ഒരു നല്ലൊരു ഫുൾ വ്യൂ കിട്ടുന്നുണ്ടല്ലോ ഇവിടെ നിന്ന്. ആ കാണുന്നതാണ് നന്ദി ഹിൽസ്. So this is a light that we got from Bengaluru, which we were big fans of because we wanted some green elements in the lights also. So ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ലൈറ്റ്. Okay. ഇത് ഞങ്ങളുടെ ഒരു we love cats. This is our cat cabinet. So you have two cats, right? Yeah, we രണ്ട് പൂച്ചകളാണ്. This is our cat cabinet. So that is their entry point for the cat litter and all, so that the house doesn't get messy. Okay. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് കൂടുതൽ ബാക്കി എല്ലാ എലിമെന്റ്സിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് ഇതിനാണല്ലേ. ഇപ്പൊ എവിടെ പൂച്ചകള്? പൂച്ചകൾ ഞങ്ങളുടെ rented apartment like Okay. They will come tomorrow and experience their new house too. So ഇതാണ് ഞങ്ങളുടെ kitchen. So ഞങ്ങൾ എല്ലാവർക്കും ഒരു ഗ്രീൻ എലിമെന്റ് കൊണ്ടുവരാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഈ ഗ്രീൻ കളറിൽ. Yeah, the tiles is green. That's because you can see our living area also has a lot of greenery. So this is the reason I put matte finish thingy so that our cats don't scratch. So okay. That's the main reason. And the moment they see anything glossy, they have a tendency to scratch. So another thing is that Value sink we have shifted to the utility area. Right, which is right outside. Yeah, that's the utility area. അപ്പോൾ മേജർ ഡിഷ് വാഷിംഗ് അവിടെ നടത്തിയിട്ട് ഇവിടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ വാഷ് അങ്ങനത്തെ ഒക്കെ. ഇവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്ഥലം അകത്തായിരിക്കും നിങ്ങൾ മറ്റേ വാഷിംഗ് മെഷീൻ വെക്കുന്നത്. ഇവിടെ ആവശ്യത്തിനുള്ള സ്റ്റോറേജ് ക്യാബിനറ്റ്സും. യൂട്ടിലിറ്റി ഏരിയയുടെ ബാൽക്കണി ഉള്ള ഒരു വീട് തപ്പി ഞങ്ങൾ കുറെ നാൾ നടന്നു. തുണി ഞങ്ങൾക്ക് മറ്റേ ബാൽക്കണിയിൽ ഇട്ട് ഒരു പോകണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ആക്കിയതാണ്. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് റൂം ആൻഡ് ഓൾട്ടർ. അപ്പം ഇതിന് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ ഈ ടേബിളിനോ? ഇതില് ടേബിളിന്
ഞങ്ങൾ ഓരോ സ്ഥലം വിസിറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവിടുന്ന് മാക്സിമം സൊവീനിയേഴ്സ് കളക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിപ്പം നിമ്മി അഹമ്മദാബാദിൽ നിന്നാണ്. അപ്പം രാജസ്ഥാനി ഗുജറാത്തി സ്റ്റൈൽ ഒരു മാറ്റാണിത്. പിന്നെ So that lightന് രണ്ട് സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് one is so most of the lights, these lights are sustainable lights. അപ്പം അവര് നേച്ചറിന്റെ എലിമെന്റ്സ് വെച്ചുകൊണ്ട് എടുക്കുന്ന ഇതാണെങ്കിൽ ബനാന ബാർക്കും പിന്നെ പേപ്പർ പ്ലാന്റ് എന്ന് പറഞ്ഞതിന്റെ പൾപ്പും ഫൈബറും കൊണ്ട് ഉണ്ടാക്കിയ ഒന്നാണ്. Even the altar light that is made up of cement and all, so to give it a more raw look. Okay. And yeah, come on. So yeah, this is somewhat a guest room. Hello. Hi. So ഇതാണ് ഞങ്ങളുടെ reading area. This is our space. Especially we didn't want it to be crowded. So we just kept a book lounge. We have a lot of books. So and it's a very good view to sit and read the books. ഇതും ഈ പറഞ്ഞ ബാർക്കിന്റെ ലൈറ്റ് ആണല്ലേ? Yes, that is also banana bark. And you can see that is some of the souvenirs Nimmy's dad got from South Africa. So the one at the bottom we got it from Turkey. So wherever we go, we try You to collect, pick up. Yeah, that's from this one's from Pagoda is Bali. from Bali. I get it. Pagoda, yeah, from Bali. ഞാൻ പറഞ്ഞതിൽ ഒത്തിരി ഇംഗ്ലീഷ് ആയി പോയെന്ന് തോന്നുന്നു. അത് മലയാളം യൂസ്ഡ് ആകാതെ. അരുണ് നല്ലപോലെ മലയാളം അറിയാം. അത് അരുൺ എക്സ്ക്യൂസ് ഒന്നുമില്ല. നിമ്മി പിന്നെ ഗുജറാത്തിലാണ് വളർന്നുകൊണ്ട് നിമ്മി ഓക്കെ. Yeah, this is our happy place. We can just chill and there's a lot of space here right now. ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഇരിക്കാനും ബുക്ക് വായിക്കാനും ഒരു നല്ല സ്ഥലമാണ്. This is just a guest bathroom. Yeah, that's about it. So we wanted it to be a little quirky. That's why we The have these owl curtains. And ഇപ്പൊ ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ പേരൻസ് റൂം എന്ന് ഞങ്ങൾ കൺസിഡർ ചെയ്ത ഒരു ചെറിയ സ്പേസ് ആണ്. അപ്പം ഇവിടെ ഒന്ന് നിമ്മിയുടെ പേരൻസ് വന്ന് സ്റ്റേ ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ പേരൻസ് വരികയാണെങ്കിൽ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. വൺസ് ദിസ് ലോഫ്റ്റും വാർഡ്രോബും വന്നപ്പോൾ റൂം ഇച്ചിരി ചെറുതായതുപോലെ അതുകൊണ്ട് ഞങ്ങൾ സ്ലൈഡിങ് ഡോർസ് ആണ് വെച്ചിരിക്കുന്നത്. വാർഡ്രോബ് അല്ല ഓപ്പണബിൾ ആവുകയാണെങ്കിൽ തീരെ കൺജസ്റ്റഡ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ വേറൊരു കാര്യം ചെയ്തത് എല്ലാം ബെഡ്സ് ഹൈഡ്രോളിക് ബെഡ്സ് ആക്കിയിരിക്കും. ഇതിന് സ്റ്റോറേജ് ഭയങ്കര ബെനിഫിറ്റ് ആണ്. This is your view TV. അപ്പൊ അതിന്റെ അൺബോക്സിംഗിന് വിളിച്ചില്ലല്ലോ അരുൺ. അടുത്ത പ്രാവശ്യം ഇനി TV എങ്ങനെ? ഇത് അറ്റാച്ച് ബാത്റൂം ആണ്. Yes. This wallpaper selection is also Nimmy's selection. നിമ്മിക്ക് ഒരു ട്രീ എലിമെന്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറെ സെർച്ച് ചെയ്ത് അവസാനം കണ്ടുപിടിച്ചത്. അടുത്തത് ഇത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിലോട്ട്. This is ഞങ്ങളുടെ റൂം. ഞങ്ങളുടെ റൂം കംപ്ലീറ്റ്ലി കളർഫുൾ ആക്കാൻ വേണ്ടി ഇതും നിമ്മിയുടെ സെലക്ഷൻ ആണോ വാൾപേപ്പർ? സെലക്ഷൻ ആണ്. അത് ശരി. എന്തെങ്കിലും സ്പെസിഫിക് റീസൺ പിങ്ക് ആക്കാൻ? ഇല്ല, പിങ്ക് ആക്കാൻ ഉദ്ദേശിച്ചല്ല. പക്ഷെ ഒരു ഞങ്ങളുടെ റൂം ഒരു പ്ലെയിൻ കളർ ആയിരുന്നു വിത്തൗട്ട് വാൾപേപ്പർ. ഞങ്ങൾക്ക് റൂമിനൊരു ഇച്ചിരി കളറ് ഞങ്ങൾ രണ്ടുപേരും കളർഫുൾ ആൾക്കാരായതുകൊണ്ട് കുറച്ച് കളർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഇതിന്റെ സ്ലൈഡിംഗ് ഡോർസ് ആണ് വാർഡ്രോബ്സിന്റെ. Even the mirror has ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് പോലെ ഉണ്ട്. അതും കൂടെ വെച്ച് ഇവിടെ ഒരു വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെയർ മാതിരി ഡ്രസ്സിംഗ് ടേബിൾ ആയിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് ആക്കി. ഇത് ഡ്രോസ് വെക്കാഞ്ഞത് ദൂരെ നിന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഫുൾ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ലോഫ്റ്റും വെച്ചില്ല. റൂം കുറച്ചുകൂടെ സ്പേഷ്യസ് ആയി കാണാൻ വേണ്ടി വെച്ചേക്കുക. That is the balcony view. And even this is the sustainable light which is made up of banana bark, sorry, not banana leaves, and also paper plant pulp. Nice. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ടല്ലേ? ഇവിടെ ഒന്നുണ്ട്. അതോട്ട് വന്ന ഇതാണ് ഈസ്റ്റ് ഫേസിങ്. സോ
ഇവിടുന്ന് മാക്സിമം സൺലൈറ്റ് വരുന്നതുകൊണ്ട് എല്ലാ പ്ലാന്റ്സും സർവൈവ് ചെയ്യത്തില്ല. സോ വി കെപ്റ്റ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഔട്ട് ഹിയർ സോ ദാറ്റ് ദേ വിൽ സസ്റ്റെയിൻ ഫോർ എ ലോങ്ങർ ടൈം. ഓക്കെ. അങ്ങനെ എന്തായാലും ഈ പറഞ്ഞ പോലെ രണ്ട് സൈഡിൽ നിന്നും നല്ല വ്യൂസ് ഉണ്ടല്ലേ, രണ്ട് ബാൽക്കണിയിൽ നിന്നും. ഒരു ബ്ലോക്ക് ആകുന്നില്ല ഇവിടെ. അടുത്ത കാലത്ത് ഒരു ബിൽഡിംഗ് വരാൻ ചാൻസ് കുറവാണ്. എന്നാലും ആഫ്റ്റർ 5-10 years യു നെവർ നോ. അപ്പൊ അതുവരെ എന്തായാലും ഇതുപോലെ ഓൾമോസ്റ്റ് ബാംഗ്ലൂർ പകുതിയോളം ഇവിടെ നിന്ന് കാണാൻ പറ്റും തോന്നല്ലേ. Hi Varun, hi Neelam. Varun, can you tell me a little bit about your organization first? So basically, what we do is we mainly do turnkey interior projects. That means usually we do designing and execution bit of projects. We usually get houses which are like just plastered bare. And Right. from there we take over and complete the whole thing. So that will include everything: your electrical, plumbing, furniture, flooring. How did you meet Neelam and how long have you guys been working together for? So basically, Neelam is a designer. She helps me in all the drawing and also selection bit as well, So which is basically we work together. I do the designing part and he looks after the execution. Yeah. Right. So we give a ready to move in home to our clients so that they just have to get Yes. in their clothes and just Yeah. move in. Everything is ready for them. So Varun, Neelam, based on your experience working with Bengaluru homeowners, what are some of the most asked for features and facilities within the new homes? So basically how this works is we initially meet the client. They give us a briefing of everything that they require. For example, they need wardrobes, they need a kitchen, they need a soft furniture like a sofa set, a TV unit, etc. And then from there it is up to us to build up stuff. Right. Give them a concept, work on more things that they should add in their home as per more discussions with them and meetings with them. Mainly their input is important to us Sure. and we build from there. Basically we take their requirements and then we put our requirements and we've given them the choices like Sure. what's looking good and what's not good. So basically in Bengaluru, if we can say, people want a less maintenance home basically. They are working people, so they don't want to waste off half of their time working at home. Right, In the absolutely. maintenance and cleaning the furniture and all of that. So basically convenience is the first thing what they want. I mean, typically when you work on these interior projects, how much freedom do homeowners give you to sort of express your creativity? This depends actually from each client to each client. There are clients which are very particular in Vastu areas. Yeah, they're So, very particular, very difficult. So when it comes to Vastu, it's very difficult to use our Right. creativity. You find a way to work around it. Yeah, but like she said, it varies from client to Yes, client. exactly. Some clients are very, very friendly and they are open to our suggestions. So they are just like, nahi, तुमको जो पसंद है वही करो. Whatever you like, it is that. You do that's that. It. So there It's- are some clients like that. and eventually that house turns out also much better, much better. Right. And at least from our point of view, Right. some clients insist that, for example, be it a wallpaper. Right. We don't like that, the clients like it. But then that will change the whole outlook of the house. Correct.
we don't like it, but they still like it. Right. So so I mean, yes. I mean, it's then difficult to match everything, all the interiors. Yeah, Again, budget is also somewhere Constraint. constraint for yeah. creativity. So we always have to work in the budget where each client has. Which is also challenging. Yeah, I it think, is- which it is is more challenging. fun. How expensive or inexpensive can it be to hire a interior designer in Bengaluru? So there is a very wrong misconception among most of the people, I feel. Why do we pay an interior extra when we can do it ourselves? Yeah, But actually, there are many people who just look into Google and see the yeah, they pictures say and just get we it can done. do this. Yeah. But then we are here for a reason. We have learnt it. We are professionals. Right. So we are professionals for a reason. Right. Because We know where to cut costs. Exactly, yeah. And we know the minute details of it, Yeah. Right. which they cannot find it out in a picture and from a Google, and they cannot put it down. There's a lot of things like your proportions, your color combinations, like plenty of things. This is just like about 10% of what I'm saying. Right. But when there is professionalism involved, It'll come at a changes- cost. Yeah. It'll come at a cost, and it can be a cost of 10 to 15% excess. But you're going to save on a lot of stuff because then we know what the prices are in the market, and time bound. We know how long stuff will take. So Typically, for a 2 BHK, a 3 BHK, how much will an interior, a house like Arun and Nimi's, I mean, how much could it cost? So if you're looking at a basic interiors of like a 2 BHK with just wardrobes and kitchen should vary between 3.5 to 4.5 lakhs. Okay. And Simple house with a simple three house. maintenance house. Yeah, Right. Nothing much to do. And then if you're looking for a 3 BHK, it should be about 4.5 to 5.5. There are lots of stuff like in interiors you have stuff for the poor and for the richest. Yeah, actually there are wide varieties. It's a wide range of variety. varieties. Absolutely. So the materials, there are different kind of materials. So it completely depends on that also on what material we yeah. use. And you guys also help Nimi and Arun out with picking out the furniture as well, right? So is that a part of the service that you offer to your customers? Yes, we do. That is the main thing, right? So we look at a house not from just a perspective of a laminate or a finishing. We do it from start to end. Basically, how your curtains will look, how your soft furniture will look. So basically we play with the sofas, the curtains and everything in the house. It's Everything just not should be the balanced, furniture. yeah. It's not the wardrobe or the TV unit or the kitchen. Yeah. It is the sofa, the dining table, the curtains that give a different look to the And house. Yeah. up to an extent, even your bed sheets Right. or Yes, the exactly. quilts that you The use. lights. Lights, yeah, that's part of it. So Is there a cost advantage to hiring an interior designer, or hiring a contractor versus an interior designer? I mean, a lot of people I know would have this a thought that they could get things done at a much cheaper cost by directly going to a contractor. I mean, what are your thoughts on that? yeah, that's a myth definitely, because the amount they will spend on a contractor will literally it's exorbitant, and he's going to fleece them. Right. It's a known fact. First, secondly, they're going to prolong the project as much as they can. Right. Okay, because technical specification which the client can't give an input as to what would be the size of basic stuff. It's going to be difficult for them to execute. Right. So that will prolong the project. And they are going to have a hard time, looking after the contractor and Yeah, telling it's them very what difficult to do. handle them. So Right. someone who's professional, Yes, I think, exactly. will know how to get things across to them. Right. So And- the materials are also going to charge them above, like at the cost of what we get, they would not get that. Definitely works out cheaper, I would say, in the long run. But it is a myth. There are clients. I mean, there are people who don't want to hire an interior designer. They don't want that amount to be charged more for the project. So they do it themselves. Yeah, They but they use end the up Google photos. spending, yeah, Yeah, they end up but they end up spending it to materials, Yeah, basically. a lot more. Yeah, a lot more actually. Because it takes a lot of time for them. So You had beef, but the
buying it. But that craving was there the moment 4th day onwards. പറഞ്ഞോ ക്യാമറ 4th day onwards 4th day onwards you get fed up of the Turkish food. So yeah. So we went searching for a Indian restaurant, but we couldn't find, and we ended up in Chinese restaurant. And that was the first first Chinese restaurant we went. Was not That Chinese. was It Turkish was food. They Indian wrote it in Chinese. Chinese. No, it will be Chinese. No, what they did is they wrote all the menu items in Chinese, but they were serving the Turkish food. So, and then we went walking, and finally found the Chinese place. The first thing that he did, reaching Bangalore, was order Kerala paratha and beef, sitting in the cab. അത് മലയാളിക്കൊരു വികാരമാണ് എനിക്കൊഴിച്ച് ബാക്കി. അപ്പം നമസ്കാരം. Hi. അപ്പം നിങ്ങൾ ഈ പെട്ടെന്ന് ഒരു വീട് തീരുമാനിക്കാൻ കാരണം എന്താ? അത് മേടിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ, അതോ കുറെ നാളായിട്ടുണ്ടായിരുന്നു ഈ പ്ലാനിങ്ങിന് മേടിക്കണം? ഓക്കെ, ഞങ്ങളുടെ പേരൻസ് ആണ് ഈ തോട്ട് ഇട്ട് ഞങ്ങളുടെ മനസ്സിൽ. അവരാ പറഞ്ഞ് കുറെ നാളായിട്ട് നിങ്ങൾ റെന്റഡ് അപ്പാർട്ട്മെന്റ്സിൽ താമസിക്കുക, ഇനി നിങ്ങളുടെ സമയമായി ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി അവർ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അവർ പറഞ്ഞിട്ട് ഞങ്ങൾ 6 months ഞങ്ങൾ വീട് തപ്പി. ആക്ച്വലി പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, അത് റിയലൈസ് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കും ഞങ്ങൾക്ക്. ഇപ്പോൾ 10 വർഷമായിട്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പോൾ 10 വർഷം ഓൺ ആൻ ആവറേജ് ഒരു 15,000 to 25,000 പെർ മന്ത് ആണ് റെന്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് നോക്കുകയായിരുന്നെങ്കിൽ ഏകദേശം ഞങ്ങളൊരു 18 തൊട്ട് 30 ലക്ഷം വരെ കൊടുത്തിട്ടാണ്. അപ്പൊ അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ പകുതി ലോൺ അടച്ചു തീർന്നതിന് ആ സമയം അങ്ങനെ നോക്കിയത് കൊണ്ട്. പിന്നെ വേറെ കാര്യം, നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്ത ഒരു ടെക്നിക്ക്, നിങ്ങൾ ഇവിടെ തന്നെ ആദ്യം കുറച്ചാൾ വന്ന് താമസിച്ചു നോക്കില്ല റെന്റിന്, എന്നിട്ടാണ് ഇവിടെ മേടിക്കാൻ തീരുമാനിച്ചത്. അത് ആര് പറഞ്ഞു തന്ന ഐഡിയ? അതും പേരൻസ് ആയിരുന്നോ? അത് ഞങ്ങൾ എപ്പോഴും ആരോടെങ്കിലും മേടിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അവരോട് റെക്കമെൻഡ് ചെയ്യുന്നു അത് തന്നെയാണ്. അങ്ങനെ താമസിച്ചു വരുമ്പോഴത്തേക്ക് റെഡി ടു മൂവ് ആവണം. ഇപ്പൊ താമസിച്ചില്ലേലും ഇപ്പൊ ഒരു മഴക്കാലത്ത് വീട് വിസിറ്റ് ചെയ്യുന്നതും രാത്രി വിസിറ്റ് ചെയ്യുന്നതും അതൊക്കെ നമുക്ക് അതിൻ്റെതായ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് തരും. റെഡി ടു മൂവിനാകുമ്പോൾ പിന്നെ അഡ്വാൻറ്റേജ് GST ഇല്ല, ഫ്ലോർ റൈസ് ഇല്ല, അങ്ങനത്തെ നിമ്മിക്ക് ഈ ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്യുന്ന ഇഷ്ടമല്ല. പക്ഷേ അരുൺ ഈ കാര്യങ്ങളിലെല്ലാം വളരെ ഓപ്പൺ ആയിട്ട് ഹെൽപ്ഫുൾ ആണ്. പക്ഷേ കാണുന്നവർക്ക് ഡെഫിനറ്റ്ലി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ റെഡി ടു മൂവിനാണ് നോക്കിയത്. പൂർവ്വ സെലക്ട് ചെയ്യേണ്ട കാര്യം സ്പെഷ്യലി ഞങ്ങൾക്ക് ബാൽക്കണി, ഞങ്ങൾക്ക് ഇച്ചിരി ഗ്രീനറി ആസ്പെക്ട് ഞങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു സെലക്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഇവിടെ 3 ബാൽക്കണി ഉണ്ട്. 2 ബാൽക്കണിക്ക് ഞങ്ങൾ സ്പെഷ്യലി ഞങ്ങളുടെ പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ടും ഒരു ബാൽക്കണി യൂട്ടിലിറ്റി. ഞങ്ങൾ വേറെ എത്ര പ്രൊജക്ട്സ് കണ്ടു, അതിൽ ബാൽക്കണി ഒരു ഫാക്ടർ ആയിട്ട് കണ്ടു. എല്ലാ ബിൽഡേഴ്സ്, ബിഗ് ബിൽഡേഴ്സ് ഓൾസോ ഹാഡ് ഓൺലി 1 ബാൽക്കണി. സോ ഇതിൽ ഞങ്ങൾക്ക് 2 ബാൽക്കണി, ഞങ്ങൾക്ക് ഒത്തിരി ഓപ്പൺ ഏരിയ ഉണ്ട്. പക്ഷെ അതുകൂടെ തന്നെ പൂർവ്വ ഒരു റെപ്യൂട്ടഡ് ബിൽഡർ ആയതുകൊണ്ട് അതിന്റെ ഒരു കോൺഫിഡൻസ് എന്തായാലും നിങ്ങൾക്ക് തന്നു കാണുമല്ലോ. സോ ലീഗാലിറ്റി വൈസ് പൂർവ്വയുടെ ഡോക്യുമെന്റേഷൻ എല്ലാം നല്ല രീതിയിൽ പക്ക ആയിരുന്നു. ഈ ഹോം ബൈങ് എക്സ്പീരിയൻസിനെ കുറിച്ച് കുറച്ച് പറയാമോ? ഈ ബാംഗ്ലൂരിൽ വീട് വാങ്ങിക്കുന്നതിന്റെ എക്സ്പീരിയൻസും അങ്ങനത്തെ കാര്യങ്ങൾ. സോ ഞങ്ങളുടെ പ്രോസസ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ 6 months we searched houses. കുറെ സ്ഥലം നോക്കി, ലൊക്കേഷൻ നോക്കി, അപ്പാർട്ട്മെന്റ്സ്. Lot of apartments were compact in this, so we want spacious because our family is big. So adinte karanam we wanted a spacious, so we started then 3 BHK നോക്കിയത്. Yeah, so we started with that. ഞങ്ങൾ shortlist ചെയ്തു ആ 6 months we saw 2-3 projects. We shortlisted 2, then we shortlisted 1. The reason for shortlisting, again, we gave priority to location, balcony, space, greenery. All of that was our key aspects in selecting. അത് കഴിഞ്ഞിട്ട് പ്രോസസ് ഞങ്ങൾ ഒരു 10% ബുക്കിംഗ് amount കൊടുത്തിട്ട് then we closed it and then took the legal documents. We did legal verification. അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആ ചെയ്യിപ്പിക്കാൻ. പ്രൈസ് നെഗോസിയേഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പ്രൈസ് നെഗോസിയേഷൻ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ബെറ്റർ പ്രൈസിലാണ് കിട്ടിയെന്ന് തോന്നുന്നു. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങളും നിമ്മിയുടെ സിസ്റ്ററും ഒരു വീടെടുക്കാൻ ആലോചിക്കുമായിരുന്നു. ഞങ്ങൾ അപ്രോച്ച് ചെയ്ത് 2 വീടെടുക്കുന്നതുകൊണ്ട് ഡിസ്കൗണ്ട്. അപ്പം അങ്ങനെ ഒരു അപ്രോച്ചിൽ പോയാൽ
ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും നെഗോസിയേഷനിൽ. ബുക്കിംഗ് ആൻഡ് ലീഗൽ ഡോക്യുമെന്റ്സ് കിട്ടാൻ വേണ്ടി നമ്മൾക്കൊരു 5-10 ദിവസം എടുക്കും. ബുക്കിംഗ് അമൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് ഇമ്മീഡിയറ്റ്ലി ക്ലിയർ ആയി ചെയ്യുമ്പോൾ അവർ നമ്മൾക്ക് ലീഗൽ ഡോക്യുമെന്റ്സ് തന്നു. ലീഗൽ ഡോക്യുമെന്റ്സ് ഞങ്ങളുടെ ലോയറിന് വെരിഫൈ ചെയ്യിപ്പിച്ചു. ദെൻ വി ഗോ ഫോർ ലോൺ. സോ ദ ബുക്കിംഗ് അമൗണ്ട് ഇസ് ലൈക്ക് ഇറ്റ്സ് എ റീഫണ്ടബിൾ amount. It's not like നിങ്ങൾ ബുക്കിംഗ് അമൗണ്ട് ചെയ്തു അത് റീഫണ്ടബിൾ ആണ്. നിങ്ങൾക്ക് within 30 days if you cancel then it's fully refundable. Otherwise it goes towards the down payment. So if sale agreement, if you for example നിങ്ങൾ sale agreement ചെയ്തു, നിങ്ങൾ sale agreement ചെയ്ത് കഴിഞ്ഞിട്ട് cancel ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഒരു deduction ആവും. So this we are getting a time, the buyer gets a time that നിങ്ങൾ decide ചെയ്തോ, നിങ്ങൾ legal verify ചെയ്തിട്ട്. So ഞങ്ങൾ ഒരു ലോയറിനെ ഹയർ ചെയ്ത് അത് ഞാൻ റെക്കമെൻഡ് ചെയ്യും എല്ലാവരും ഒരു ലോയറിനെ ഹയർ ചെയ്ത് പേപ്പേഴ്സ് വെരിഫൈ ചെയ്യാൻ. ബിക്കോസ് കുറെ പ്രോപ്പർട്ടീസിൽ എന്തെങ്കിലും ലിറ്റിഗേഷൻ ഉണ്ടോ, അതെല്ലാം ലാൻഡ് ഇഷ്യൂ. അപ്രോക്സിമേറ്റ്ലി ലോയർ ചാർജസ് എത്ര വരും? 25,000 അപ്രോക്സിമേറ്റ്ലി നല്ല ലോയർ വരും, ത്രൂ ഔട്ട് ദി പ്രോസസ് വരും. പക്ഷെ നമ്മൾക്ക് ഞങ്ങൾക്ക് അറിയാവുന്ന ലോയേഴ്സ് ഉള്ളതുകൊണ്ട് അവരെ കൊണ്ട് ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ് ഇൻ ദി ലോങ് റൺ. ഇറ്റ് ഈസ് ലോട്ട് ഓഫ് അത് കുറെ പേര് ചെയ്യുന്നുണ്ട് ലിറ്റിഗേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും. മൾട്ടിപ്പിൾ ഓണേഴ്സ് വരുന്ന ആവുമ്പോഴത്തേക്കാണ് എല്ലാവരുടെയും എന്ത് വേണം, ക്ലിയറൻസ് വേണം. സോ അത് ദാറ്റ്സ് ദ ഫസ്റ്റ് പ്രോസസ്. ഞങ്ങൾ ലീഗൽ എല്ലാം ചെക്ക് ചെയ്യും. വൺസ് വി വർ സാറ്റിസ്ഫൈഡ് ദാറ്റ് there is no problem in the agreement, we got the sale agreement done. Sale agreement is one of that നമ്മളുടെ പേരിൽ കിട്ടും. ഓക്കെ, നമ്മൾ ഇത് വാങ്ങിക്കാൻ പോവുക പറഞ്ഞിട്ട് then we can, whenever we cancel, if we are cancelling that some deduction is there from the builder side, but because we were not, so we went ahead. So adu kanitta sale agreement kanitta home loan process thodangane. Once loan ellam realize nammal almost 95% എല്ലാം ക്ലിയർ ചെയ്തിട്ട് രജിസ്ട്രേഷൻ വേണ്ടി പോണേ. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് we go to the sub registrar office, we get the registration done. അത് okay, you have to take almost a day off for that. That's the biggest problem. Hurdle in the process, because it's you never know the rush in the sub registrar office. So പക്ഷെ വലിയ ബിൽഡേഴ്സിന് അസിസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഒരു ചെറിയൊരു ടീം ഉണ്ടായിരുന്നു. അപ്പം റിലേറ്റീവ്ലി സിംപിളർ. we've seen other ചെറിയ ബിൽഡേഴ്സും they had to wait a lot. but ഇതില് reputed builders ആകുമ്പോൾ they give some preference to that. അപ്പം ബേസിക്കലി കമ്പയർ ടു അതർ ബിൽഡേഴ്സ് നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ റിലേറ്റീവ്ലി ഈസിയർ ആണ് നിങ്ങൾ ഒരു വലിയ ബിൽഡറിനോട് പോയതാണ്. സോ ആ രജിസ്ട്രേഷൻ പ്രോസസ് തീർന്നപാട് നമ്മൾ ഒരു പൊസഷൻ ഡേറ്റ് ഫൈനൽ ചെയ്തു. പൊസഷൻ നോക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ട് came with our interior person itself, so we checked everything. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് there's a checklist. and who gives you ആ ചെക്ക് ലിസ്റ്റ് ആരാണ് തയ്യാറാക്കുന്നത്? ഹോം ഓണർ ആണോ? വേറെ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി എന്തൊക്കെ ചെക്ക് ചെയ്യണം. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ് ഈയിടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് ചോദിച്ചു എന്തൊക്കെയായിരിക്കും ഞങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവർ ആദ്യം പറഞ്ഞു, ഇപ്പം ബാൽക്കണിയിലാണെങ്കിൽ ഒരു 2-3 കുപ്പി വെള്ളം കൊണ്ടുപോവുക, ഒഴിച്ചു നോക്കുക. നേരെ സ്ലോപ്പിലൂടെ താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. വെള്ളം കെട്ടിക്കിടക്കുവാണെങ്കിൽ അവരോട് ടൈല് ചേഞ്ച് ചെയ്യാൻ പറയണം. കാരണം മിക്കയിടത്തും വീടുകളിൽ ആ ലെവലിംഗ് ഒരു ഇഷ്യൂ ആണ്, ഫ്ലോറിംഗ് ലെവലിംഗ്. അപ്പൊ അതൊന്ന്. 2, ഇപ്പൊ ഈ ബാൽക്കണി ഗ്ലാസസിൽ എന്തെങ്കിലും സ്ക്രാച്ചോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് റീപ്ലേസ്മെന്റ് വേണമെങ്കിൽ ആ ഉള്ള രീതിയിൽ. പിന്നെ കുറെ സ്ഥലത്ത് ടൈൽസ് പൊട്ടി കിടക്കുന്നേ അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ പൊസിഷൻ എടുക്കുമ്പോൾ അതെല്ലാം നോക്കത്തില്ല. അതെല്ലാം ആക്ച്വലി ക്രൂഷ്യൽ കാര്യങ്ങളാണ്. നമ്മൾ പിന്നെ എടുത്തു കഴിഞ്ഞിട്ട് താമസിച്ച് വന്നിട്ട് നോക്കിയാൽ അവർ ബിൽഡറിനോട് പറഞ്ഞാൽ നിങ്ങൾ ടൈൽസ് പൊട്ടി അവർ ചേഞ്ച് ചെയ്ത് തരില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ. പക്ഷെ ആ സമയത്ത് നമ്മൾ എത്രയും കെയർഫുൾ ആയിട്ട് പറയുക, ആ സജഷൻസ് അപ്പം പിന്നെ ഒന്നുകൂടെ ഞങ്ങളുടെ ടൈൽസ് 2 പൊട്ടി കിടക്കുമായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, അവർ ചേഞ്ച് ചെയ്തു. പിന്നെ ഡോറിന്റെ പുറകിൽ എന്തെങ്കിലും. സോ എത്രയും നമ്മൾക്ക് ക്രൂഷ്യലി വീട് നോക്കാൻ നമ്മൾ ഹരിയിൽ നോക്കല്ലേ വീട് പൊസഷന്റെ സമയത്ത്. ഒരു ചെക്ക് ലിസ്റ്റ് എടുത്തോണ്ട് പോവുക. ആൾക്കാർക്ക് കിട്ടും, ഓൺലൈനും കിട്ടും. വേണമെങ്കിൽ വാട്ട് ഈസ് യുവർ പൊസഷൻ ചെക്ക് ലിസ്റ്റ് സെർച്ച് ചെയ്താൽ അതിന് കിട്ടും. അത് സെർച്ച് ചെയ്യുക, അത് നോക്കിയിട്ട് പോവാം. അപ്പം
നമ്മൾ പതുക്കെ എല്ലാം നോക്കിയാൽ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ലോങ് ആക്ച്വലി നമ്മൾ പെട്ടെന്ന് ചെയ്താൽ അത് പ്രശ്നം എന്താ പറയുക, നമ്മൾ ഹരിയിൽ പോകുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ മിസ് ചെയ്യും. നമ്മൾ ആ ഡോക്യുമെന്റിൽ സൈൻ ചെയ്തും കൊടുക്കും, ചെക്ക്ഡ് ആൻഡ് വെരിഫൈഡ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ത് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെയുള്ള ഇന്റീരിയർ ഡിസൈൻ എടുക്കാതെ നമ്മൾ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളോട് ഒരു കാർപ്പൻറ്റർ ഇതിങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമുക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ മാത്രമേ അത് തെറ്റാണ് ഈ രീതിയിലും ചെയ്യാന്ന് പറയുന്നത്. അപ്പം ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഹി വാസ് ദേർ ഫോർ ലൈക്ക് ഓൾമോസ്റ്റ് ട്വൈസ് ഓർ ത്രൈസ് ഇൻ എ വീക്ക്. അപ്പൊ അങ്ങനെ വന്ന് അവരോട് ഒന്ന് ഭാഷ അവരോട് ഹിന്ദിയിൽ പറയണം അല്ലെങ്കിൽ കന്നഡയിൽ പറയണം. അപ്പം ആ ഇതിന്റെ മോർ കംഫർട്ട് ലെവൽ ഉണ്ടായിരുന്നു ഹിം ഹാൻഡ്ലിങ് ഇറ്റ്. കുറെ കാര്യത്തിന് നമ്മൾ ഇന്റീരിയർ അവർക്ക് അവരുടെ വെൻഡേഴ്സ് ഉണ്ട്, അവർക്ക് നമ്മൾക്ക് ഡിസ്കൗണ്ട് പാസ് ചെയ്യാം. സോ ഞങ്ങൾക്ക് ഡീലർ ഡിസ്കൗണ്ട്സും കുറെ സാധനത്തിന് നമ്മൾക്ക് ഡിസ്കൗണ്ട്സ് ചെയ്യും. ഇപ്പൊ ഞങ്ങൾക്ക് ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിൽ ഞങ്ങളുടെ ചിമ്നി, കുക്ക് ടോപ്പ്, എവറിഥിങ് ഞങ്ങൾക്ക് ഡിസ്കൗണ്ട്സ് കിട്ടിയിട്ടുണ്ട് വരുണിന്റെ സൈഡിൽ. ഓൾമോസ്റ്റ് സെയിം ഓർ സംടൈംസ് ഇറ്റ് ഈസ് ബെറ്റർ ദാൻ ദ ഓൺലൈൻ ഡിസ്കൗണ്ട്സ്. വേറെ ഇന്റീരിയർ ഡിസൈനറിനെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇത് പക്ഷേ വലിയ ബ്രാൻഡിനെ വെച്ചാലും നമുക്ക് അറിയാൻ മേലാത്തൊരു സംഗതിയായിരിക്കും. ഇഫ് യു ഓൺലി നോ ദ പേഴ്സൺ, ട്രസ്റ്റഡ് ഇന്റീരിയർ ആണെങ്കിൽ ഹീൽ എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് വുഡ് യൂസ്ഡ് ഇൻ ദിസ്. അപ്പോൾ ഇവിടെ നോക്കിയാലും വീട്ടിൽ നോക്കിയാലും മിക്കയിടത്തും പ്ലൈവുഡും ബെഡ്സിന് ഡബിൾ പ്ലൈ, പിന്നെ വാട്ടർ പ്രൂഫ് പ്ലൈ ആണ് കിച്ചണിൽ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇതെല്ലാം നമുക്ക് കണ്ടാൽ ഒരുപോലെ ഇരിക്കും. അപ്പം നമുക്ക് അറിയാൻ മേലെങ്കിൽ ആളുകൾ MDF എന്ന് പറഞ്ഞൊരു വുഡ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറഞ്ഞ് വേറൊന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ലൈഫ് തീരെ കുറവാണ്. അപ്പം അത് നമ്മൾ ഒരാളെ ട്രസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ട്രസ്റ്റ് ഉള്ളെങ്കിൽ നമുക്കറിയാൻ പറ്റിയത് നല്ല വുഡാണ്. ഇല്ലെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അത് എത്രമാത്രം നല്ലതാണ് ഇതാണെന്നുള്ളത്. ബാംഗ്ലൂരിൽ പുതിയതായിട്ട് വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, വീട് മേടിക്കാൻ നോക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ഫസ്റ്റ് നിങ്ങൾ ഒന്ന് ലിസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഡു യു വാണ്ട് എ 2 BHK or a 3 BHK? Do you want an apartment or you want a row villa or a villa or an individual? Do you want a big builder? These are some decisions before വീട് നോക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അത് ഡിസൈഡ് ചെയ്യണം. നിങ്ങളുടെ ബഡ്ജറ്റ് എന്തുവാ, ഫിനാൻഷ്യൽ ഹെൽപ്പ് മാക്സിമം പേരൻസിനെ കിട്ടുമെങ്കിൽ അത് ഹെൽപ്പ് എത്ര മീൻസ് അത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ബഡ്ജറ്റ് ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് നിങ്ങൾ പുറത്ത് നോക്കാൻ പോവാം. അതാ ഒരു ബെസ്റ്റ് ഐഡിയ. പിന്നെ ആ വീട് എങ്ങനെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ അതിന്റെ അസോസിയേഷനിലുള്ള ആരെയോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ്സിലുള്ള ആരെയോ കോണ്ടാക്ട് ചെയ്യുക, അവരുടെ അഭിപ്രായം ചോദിക്കുക. അപ്പൊ കഴിയുമെങ്കിൽ ഒരു 2-3 മാസം അവിടെ ഷോർട്ട് ഡ്യൂറേഷൻ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. സ്റ്റേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആളുകളോട് അഡ്വൈസ് ചോദിച്ച് അവരുടെ അഭിപ്രായം ചോദിച്ച് കേട്ടിട്ട് മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും. എപ്പം വീട് വാങ്ങിക്കാൻ പോവാണെങ്കിലും സെയിൽസ് പേഴ്സൺസ് ഇല്ലാതെ വീട്ടിന്റെ ചുറ്റും നടന്ന് നോക്കി അവരുടെ കസ്റ്റമേഴ്സിനോടൊന്ന് വർത്താനം പറഞ്ഞ് നെയ്ബേഴ്സിനെ സംസാരിച്ച് ചോദിക്കുക എന്താ പ്രശ്നം. കുറെ പേര് പറയും പോസിറ്റീവ്സ് പറയും, കുറെ പേര് ചിലപ്പോൾ നെഗറ്റീവ്സും പറയും. ആസ് മച്ച് ആസ് യു ക്യാൻ ആസ്ക് പീപ്പിൾ റെക്കമെൻഡേഷൻസ്, ഇവിടെ താമസിക്കാൻ നല്ലതാണോ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതെല്ലാം ചോദിക്കുക. യു ഷുഡ് ബി സാറ്റിസ്ഫൈഡ് ബിഫോർ ബൈയിങ് എ ഹൗസ്. ഞങ്ങളുടെ ഫാമിലിയും നല്ല വലിയ ഫാമിലിയാണ്. അപ്പം എൻ്റെ സൈഡിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ, എൻ്റെ അമ്മയുടെ സൈഡിൽ നിന്നും വരികയാണെങ്കിലും അവർക്കെല്ലാം അറ്റ്ലീസ്റ്റ് കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യല്ല എന്നുള്ളൊരു. ഞങ്ങളുടെ വി ഹാവ് 2 cats. ഞങ്ങളുടെ ക്യാറ്റ്സിന് ഒരു സ്പേസ് കൺസ്ട്രെയിൻറ്റ് ആവാൻ പാടില്ല. അപ്പോൾ സോ അതെല്ലാം ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത്. അപ്പം ആരെങ്കിലും വീട് വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അത് എല്ലാം നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയാ പെറ്റുണ്ടോ, പെറ്റ് വേണ്ടി എക്സ്ട്രാ റൂം വെക്കണോ, അങ്ങനെയെല്ലാം ആലോചിച്ച് ഡിസൈഡ് ചെയ്യുമോ വാങ്ങിക്കുമ്പോൾ. ഓൾവേസ് കീപ്പ് ഇൻറ്റീരിയേഴ്സിന് വേണ്ടി 10% അപ്രോക്സിമേറ്റ്ലി നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് കോസ്റ്റ് എത്രയാണ് വന്നത് അതിൻ്റെ 10% നിങ്ങളുടെ ഇൻറ്റീരിയർ കോസ്റ്റ് വരും. സോ ആ ബഡ്ജറ്റ് നിങ്ങൾ മുമ്പ് തന്നെ വെക്കുക, അല്ലെങ്കിൽ ഇറ്റ് വിൽ കം ആസ് എ ഷോക്കിംഗ്. ഓക്കെ നമ്മൾക്ക് ഇത്ര കൊടുക്കണം അത് മുമ്പ് തന്നെ വരും. അപ്പോൾ provided you are planning to stay there. റെന്റിന് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. സ്വന്തമായിട്ട് താമസിക്കാനാണെങ്കിൽ അത്രയും സ്വന്തം ആഗ്രഹപ്രകാരം നടത്താൻ വേണ്ടി. So rent, if investment, that apartment is only as an investment for you, then of course interiors you can give only basic wardrobes and all. പക്ഷെ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽ കിട്ടാൻ വേണ്ടി നിങ്ങളൊരു your own home, so you might, so അത്ര ബഡ്ജറ്റ് വെച്ചിട്ട് മുമ്പോട്ട് പോവാം. സോ ആൾക്കാർക്ക് അതാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമായിട്ട്.
അപ്പോൾ അരുണിൻ്റെ നിമ്മിയുടെ വീട്ടിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ലേ, അവരുടെ വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. സൺഡേ ആയിട്ട് പോലും അവരുടെ ഈ വരുണും നീലമും അവരുടെ സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതും നമ്മളുമായിട്ട് സംസാരിച്ചതിനൊക്കെ അവരോട് വളരെ അധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ അവരുടെ വീട് കാണിക്കാൻ നമ്മളെ ക്ഷണിച്ച് അരുണും നിമ്മിയോടും നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കുറേ ഉപയോഗപ്രദമായ ഡീറ്റെയിൽസ്, പ്രത്യേകിച്ച് നിമ്മിയുടെ റിയൽ എസ്റ്റേറ്റ് ബാക്ക്ഗ്രൗണ്ട്, കാരണം നിമ്മിക്ക് പല ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ പങ്കുവെച്ച ബാക്കിയുള്ളവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം എന്തായാലും അത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുകയാണ്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഇനി അടുത്ത ആഴ്ച വേറൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.